വെൽക്കം ബാക്ക് ടു ഗ്രേപ്സ് ഐഡിയമാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയിൽ എത്തിപ്പെടാറുണ്ട്. സർജറിക്ക് ശേഷം പരാതികൾ പോകുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് അവിടെ മെയിൻ്റനൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടായ അപകടം, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ അവിടെ മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഉപകരിക്കപ്പെടാൻ വേണ്ടി കൂടെ ആർക്കിടെക്ചർ ചെയ്തിട്ടുള്ളതാണ്. അത് കാരണം ഒരു മെഡിക്കൽ കോളേജിൽ കൃത്യതയില്ലാതെ ഏതെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ അതവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാനസികമായ അവസ്ഥയെ കൂടെ ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ടൊരു കോളേജ് ഹോസ്പിറ്റൽ എന്ന രീതിയിൽ തന്നെയാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ പെരുമാറേണ്ടത്. നമ്മൾ പലപ്പോഴും ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ഡിജിറ്റലൈസേഷൻ സിസ്റ്റം വാങ്ങുമ്പോൾ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റലിനെ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഇങ്ങനെ കൃത്യതയില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നാളെ ന്യൂസ് ചാനലുകൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സ്പെഷ്യലി ഗ്രേപ്സ് പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഫോഴ്സ്ഫുള്ളി പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ തേർഡ് ഐ പോലെയുള്ള അസറ്റ് മാനേജ്മെൻറ്റ് ട്രാക്കിംഗ് ആൻഡ് മെയിൻ്റനൻസ് സിസ്റ്റം കൃത്യമായി ഉപയോഗിച്ചും മെയിൻ്റനൻസുകൾ കാര്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതിൽ കൂടെ നടക്കുന്ന അപകടങ്ങളെ ഒഴിവാക്കുകയും ചെയ്യണമെന്നത്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരു EHR ഓർ EMR ആർക്കിടെക്ചറിലോടുന്ന ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻ തിയേറ്റർ സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റുകളുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഓർ സർജറി ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സുകളുണ്ട്. ഇത് കൃത്യമായി പോപ്പുലേറ്റ് ചെയ്യപ്പെട്ടാൽ ഈ ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ആക്യുറസി ഓഫ് വെരിഫിക്കേഷൻസ്, അലർട്ടുകൾ നമുക്ക് ധാരാളം അതിനകത്ത് എനേബിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ആണെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണെങ്കിലും ഈ രീതിയിൽ കൃത്യമായൊരു ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് പോയാൽ ഇത്തരത്തിൽ നാളെ നെഗറ്റീവ് ന്യൂസുകൾ ഹെൽത്ത് കെയറിനെ കുറിച്ച് ചാനലുകളിൽ വരാതിരിക്കാനും നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് അതിൽ മെൻഷൻ ചെയ്യപ്പെടാതിരിക്കാനും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും.